ദൈവം നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും. വളരെ ആപത്തുകൾ നിറഞ്ഞ ഒരു ലോകം, അനർത്ഥങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിൽ ജീവിക്കും. പല ലോക സംഭവങ്ങൾ, ലോകത്തിന്റെ നേതാക്കന്മാരാൽ ഉളവാകുന്ന അനേക സംഭവങ്ങൾ ഈ ലോകത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായി. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ നാം കേട്ടതുപോലെ അമേരിക്കയിലും പല സ്ഥലങ്ങളിൽ പല ആശങ്കകൾ. People are thinking about several things, and let us pray that the Lord will take control of all the world events. There will be peace in the world. There will be peace in the United States. There will be safety everywhere. That everyone will be safe in the world, not just a few people, but everyone would be enjoying peace, safety, and security in the hands of God. ദൈവം നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രിയ സഹോദരി ആനി സിസ്റ്റർ യാത്രയിലായിരുന്നു. അവർ പല സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾ കാണുന്നതിനൊക്കെ പോയി. ദൈവം അവരുടെ യാത്രയിൽ കൂടെയിരുന്നു, അവരെ സഹായിച്ചു. നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രിയ കുടുംബത്തെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ മടക്ക യാത്രയിലൊക്കെ ദൈവം അവരെ സഹായിക്കുവാനും അനുഗ്രഹിക്കുവാനും നമുക്ക് അവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവേ നിനക്ക് സ്തോത്രം 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 സത്യത്തിലും ആത്മാവിലും സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം സ്തോത്രം സ്തോത്രം. ആത്മാവിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ നാഥനേ മഹത്വം 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 മഹത്വം. സർവശക്തിയുള്ള കർത്താവേ ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം അതിശക്തമായി പ്രഘോഷിക്കുവാൻ ഞങ്ങൾ അവിടുത്തെ അഭിഷേകത്താൽ നിറഞ്ഞ് കർത്താവ് കൊടുത്തിരിക്കുന്ന വചനങ്ങൾ ധൈര്യത്തോടെ ദാസിയെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ നിറച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണമേ. ഞങ്ങൾ ആത്മാവിൽ ബലപ്പെടുവാൻ ധൈര്യപ്പെടുവാൻ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രതികൂല വിഷയങ്ങളെയും ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയെ കർത്താവ് പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആത്മാവിലും ശരീരത്തിലും കളങ്കമില്ലാത്തവരായി തീരേണ്ടത് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് കൊണ്ട് നന്ദിയോടെ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരികയും തിരുസാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങൾ ഇരുത്തുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. സകലമാനമോർത്ത് ഞങ്ങൾ ദൈവത്തിന് വിലയേറിയ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ മഹത്വം. Psalms 95 verse 1 says, "Oh come, let us sing unto the Lord. Let us make a joyful noise unto the rock of our salvation." വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധി ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ യഹോവ മഹാദൈവം, അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. ഈ രാവിലെ സമയം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് നമ്മെ പാടി സ്തുതിക്കുവാൻ ഒരു പ്രഭാതം കൂടെ നമുക്ക് തന്നു. കാരണം നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചു. ആമേൻ. എന്നാൽ ഈ ലോക സംഭവങ്ങൾ അപ്പച്ചന്റെ വരവിനെ വിളിച്ചു ഓതുമ്പോൾ ദൈവമക്കളാകുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ഹല്ലേലൂയ ആ അപ്പച്ചൻ നമുക്ക് ഒരുക്കുന്ന ഒരു വലിയ നിത്യത നമുക്കുണ്ട്. ആമേൻ. ഈ രാവിലെ ആ നിത്യതയെ ഓർത്തുകൊണ്ട് മുമ്പിലുള്ള ദിനങ്ങൾ നമുക്ക് സമാധാനം തരുന്നതല്ല. ആമേൻ. അമ്പലത്തിന്റെ ശക്തികൾ, ആമേൻ ഹല്ലേലൂയ, ശക്തികൾ പ്രമിച്ചിടുന്നതാൽ അമ്പലത്തിനാൽ ഈ ലോകം നടുങ്ങിടുന്നതാ എന്ന് പാട്ടുകാരൻ പാടുന്നത് പോലെ രാവിലെ സമയം നമുക്ക് പാടാം. ദൈവസന്നിധിയിൽ യേശു വരുന്നേ
പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുണ്ടോ? കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ. അനേകരെ ഒരുക്കുന്നുണ്ടോ? ഇത് രാവിലെ നമ്മൾ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ പാട്ടിന്റെ ഈരടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ശബ്ദം അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിയിടുന്നുവോ?
സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഈ വലിയ ഭാഗ്യം, ആമേൻ, നമ്മുടെ കരങ്ങൾ ചലിപ്പിക്കുവാൻ, നമ്മുടെ നാവ് ചലിപ്പിക്കുവാൻ, നമ്മുടെ കണ്ണിന് കാഴ്ച, നമ്മുടെ ചെവി കേൾക്കുവാനുള്ള ആരോഗ്യം എല്ലാം നമുക്ക് തന്നത് നമ്മൾ ചോദിച്ചതല്ല ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന ദാനമാണ്. ഈ രാവിലെ സമയം ആ വലിയവനായ ദൈവത്തെ, ആ ഉന്നതനായ ദൈവത്തെ, ആ പരിശുദ്ധി വസിക്കുന്ന ദൈവത്തെ കർത്താവിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്: രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന സ്വരോഗതകളില് സാരാപ്പുകളും തെരുവുകളും സർവശക്തിയുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വന്തം സാദൃശ്യത്തിന് നമ്മെ ഉണ്ടാക്കിയ ദൈവത്തെ നാം എപ്രകാരം സ്തുതിക്കണം. നീ വലിയവനാ, നീ വലിയവനാ, നീ വലിയവനാ. വീണ്ടും നമുക്ക് കർത്താവിനെ പാടി സ്തുതിപ്പാം. ആമേൻ. ഒരു കാലത്ത് മരണഭീതിയിൽ കഴിഞ്ഞവരായ നമ്മളെ ദൈവം ഹല്ലേലൂയ മരണത്തിന്റെ പാർശ്വങ്ങളെ അറുത്ത് ആമീൻ പലപ്പോഴും നമ്മുടെ ആമീൻ ശവപ്പെട്ടിക്ക് ആണിയടിച്ച് നമ്മളെ മുന്നോട്ട് കടത്തിവിടാതിരിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു: നീ മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് എന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ആമീൻ. കർത്താവിനെ ആമീൻ ഹല്ലേലൂയ ഈ രാവിലെ ആരോഗ്യത്തോടെ ബലത്തോടെ ഡോക്ടർമാരുടെ വിധിക്കപ്പുറം കർത്താവിനെ സ്തുതിപ്പാൻ വലിയ ഭാഗ്യത്തെ ഓർത്തുകൊണ്ട് നമുക്ക് വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. പാതാളമേ, മരണമേ, നിന്നോട് ജയം എവിടെ? ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞാട്ടിന്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുത്ത കർത്താവിനെ നമുക്ക് വീണ്ടും സ്തുതിക്കാമല്ലോ. പാതാളമേ, മരണമേ, നിന്നുടെ ജയം എവിടെ? കുഞ്ഞാട്ടിൻ നിണം കോട്ട തൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തത്താണ് നമ്മളെ വീണ്ടെടുത്തത്. ആമേൻ. ഹല്ലേലൂയ. എല്ലാ മരണ ഭയങ്ങളും മാറി രാവിലെ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പെടുത്തു. കർത്താവിന്റെ വരവ് ഏറ്റവും അവസാനമായിരിക്കുന്നു. നമുക്ക് വീണ്ടും കർത്താവിനെ പാടി സ്തുതിക്കാമല്ലോ. പാതാളമേ, മരണമേ, നിന്നുടെ ജയം എവിടെ? നമുക്ക് കരങ്ങളെ അടിച്ചുകൊണ്ട് ആമേൻ ഇരിക്കുന്ന ഇടം മറന്നുകൊണ്ട് ആരെ പാടിയെന്നോ ആരെ സ്തുതിച്ചെന്നോ അവൻ നമ്മൾ നോക്കുവാനല്ല, നമ്മെ നടത്തിയ ദൈവത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ എത്രമാത്രം നാം ദൈവത്തെ സ്തുതിക്കാം. രാവിലെ സമയം നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്നോടെ ജയമെവിടെ? കുഞ്ഞാട്ടിനിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. പാതാളമേ, മരണമേ, നിന്നോടെ ജയമെവിടെ? കുഞ്ഞാട്ടിനിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു.
worshiping God. Oh, Hallelujah. മഹത്വം, Thou art worthy to receive മഹത്വം, all മഹത്വം, മഹത്വം, praise, മഹത്വം, glory, and honor. മഹത്വം, മഹത്വം, There is മഹത്വം, no one like you, Jesus. There is no one like you, Lord. Oh, Jesus, hallelujah. We thank you for your hallelujah, hallelujah. Praise the name of Jesus. Praise God. ആരാധനയുടെ ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്നുള്ള ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ സിസ്റ്റർ ആനി ഫിലിപ്പ് യാത്രയിലായിരിക്കുന്നു. പ്രസാദ് ബ്രദർ അവരുടെ മകൾ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ കൃപ ആ പ്രിയ കുടുംബത്തോടു കൂടി ഇരിക്കുവാൻ സൗഖ്യത്തോട് മടങ്ങി വരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രിയ കുടുംബത്തെ നമുക്ക് പ്രത്യേകമായിട്ട് നാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനയുടെ ശേഷമുള്ള ഭാഗങ്ങളെല്ലാം സങ്കീർത്തനം, ദൈവജനത്തെ കൂടിയുള്ള വചന ശുശ്രൂഷ അതൊക്കെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നമ്മുടെ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ നിർവഹിക്കുവാൻ നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ പ്രാപ്തിയല്ല, ദൈവത്തിന്റെ ആത്മാവ് തന്നെ സകലതും ചെയ്യും. ഈ സമയത്ത് ദൈവാത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. സർവശക്തിയുള്ള ദൈവമേ, അവന്റെ ദയക്ക് സ്തോത്രം 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 കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം
പ്രാർത്ഥിക്കുന്നു നാഥാ. അച്ഛനകത്ത് പ്രാർത്ഥിക്കുന്നു. ചരിമാൻ ദൈവം ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാണ്. ഇന്ന് പാൽക്കാല അടിയങ്ങൾ അല്പസമയം അങ്ങയുടെ സന്നിധിയിലിരിക്കട്ടെ. അടിയങ്ങളുടെ ജീവിതത്തെ കർത്താവേ വലിയ അനുഗ്രഹിക്കുവാൻ പ്രയാസമാണ്. യേശു മൂലം പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. രക്ഷയുടെ പരമോന്നത ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയപ്പാ നന്ദിയപ്പാ. സന്തോഷത്തോടെ മടങ്ങി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാൻ അപകടങ്ങൾ പണിയിരിക്കുന്ന ദുഷ്ടഭൂമിയിൽ ഞങ്ങളെ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകട്ടെ. ആമേൻ. നന്ദി കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദി അപ്പാ നന്ദി കർത്താവേ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സഭയുടെ ഭവനത്തെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. കുഞ്ഞുങ്ങളെ കർത്താവേ കൊടുത്ത നല്ല മനസ്സിനായിട്ട് 30-40 മേനികളെ ദേശത്തിന് വിളക്കായി തീരുവാൻ സഭയായിട്ട് നിർത്തിയല്ലോപ്പാ സഹായിച്ചല്ലോപ്പാ വചനം പറയുവാൻ മകളെ പറയുന്ന അടികൾക്ക് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. എല്ലാവരെയും നാമത്തിൽ താഴ്മയോട് യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാവണമേ.
നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുടെ ഹൃദയത്തോട് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ വരുകയും നാം ദൈവസന്നിധിയിൽ ഘോഷിച്ച് ആനന്ദിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഭാരവും പ്രയാസവും വേദനയും ഒക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പ്രാണപ്രിയൻ വരുവാൻ കാലം ഏറ്റവും ആസന്നമായിരിക്കുന്നല്ലോ. അപ്പൊ ഈ രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന ഞങ്ങളുടെ ഈ ചർച്ചയിൽ ഒരുമിച്ച് നിന്നെ ആരാധിപ്പാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടതുപോലെ ഹല്ലേലൂയ, ആമേൻ, കാഹളം ധ്വനിക്കുവാൻ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. സംഭവങ്ങളെല്ലാം വിളിച്ചോതുകയാണ്. ആമേൻ, നമ്മുടെ തലയെ ഉയർത്തി നമ്മുടെ പ്രാണപ്രിയന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അനേകരെ ഒരുക്കാം. ഈ ഫോണിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേകരെ കടന്നു വന്ന് ഇവിടെ സ്നാനമേൽക്കുവാൻ, സ്നാനപ്പെടുവാൻ തക്കവണ്ണം ഈ ചർച്ചിന്റെ മുഖാന്തരങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആമേൻ, ഈ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിന്റെ കുഞ്ഞുങ്ങളെ, ഇത് ദാനം നൽകിയ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായി അനുഗ്രഹിക്കണമേ അപ്പാ. സ്തോത്രം. ദൈവദാസന്മാർക്കായി സ്തോത്രം. അല്ലെങ്കിൽ വചനം പറയുവാൻ അവരെ അധികാരപ്പെടുത്തുമാറാകണമേ. മാനുഷിക ശബ്ദമല്ല, ക്രൂശിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കപ്പെടുന്ന വചനം ആമേൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഫലകമേൽ എഴുതുവാന്, അത് അനേകർക്ക് വിളമ്പിക്കൊടുക്കുവാന് ആമേൻ ഇന്ന് പകൽക്കാലവും ഞങ്ങളെ ഒരുക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച സ്തോത്രം. ഹല്ലേലൂയ. രോഗികളുണ്ടപ്പാ, വേദനിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്. ആമേൻ, ആമേൻ, മനസ്സിന്റെ ഉള്ളിൽ ഞരങ്ങുന്നവരുണ്ട്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ തീയിൽ കൂടി കടന്നാൽ നീ വെന്തു പോകുകയില്ല. ആമേൻ. നീ ഹല്ലേലൂയ നദിയിൽ കൂടി കടന്നാൽ നിന്നെ കവിഞ്ഞു പോകുകയില്ല. ഞാൻ നിന്നെ എന്റെ ഉള്ളം കരത്തിൽ വഹിക്കുകയല്ല, വരച്ചിരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷമുള്ള എല്ലാ ആരാധനകളിലും ശുശ്രൂഷകളിലും നിന്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയെ ഞങ്ങളെ പൊതിയണം. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. Amen. Praise God. Let us all arise in the presence of God. And we will read Psalm 78, beginning with verse 65. This is a long psalm. We cannot read all of it in one sitting. We will read beginning with verses 65 to the end of that chapter. Sharanam yen karthavi എന്നാൽ അവൻ യോസേഫിന്റെ കൂടാരത്തെ ത്യജിച്ചു, എഫ്രൈം ഗോത്രത്തെ തിരഞ്ഞെടുത്തുമില്ല. അവൻ യഹൂദ ഗോത്രത്തെയും താൻ പ്രിയപ്പെട്ട സിയോൻ പർവ്വതത്തെയും തിരഞ്ഞെടുത്തു. താൻ സദാകാലത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും സ്വർഗോന്നതികളെ പോലെയും അവൻ തന്റെ വിശുദ്ധ മന്ദിരത്തെ പണിതു. അവൻ തന്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻതൊഴുത്തുകളിൽ നിന്ന് തന്റെ ജനമായ യാക്കോബിനെയും തന്റെ അവകാശമായ ഇസ്രായേലിനെയും മേയ്ക്കേണ്ടുന്നതിന് അവൻ അവരെ തള്ളയാളുകളെ നോക്കുന്ന വേലിയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ കൈകൊടുക്കോടെ ഹല്ലേലൂയ. നന്ദി അപ്പാ. സ്തോത്രം 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 സ്തോത്രം. Thank you, Lord. Oh Lord, we thank you for being in our midst today. Amen. We thank you for your presence. Amen. We thank you for the word of God. Amen. We thank you for the messages that is hidden in your word. Amen. Speak to our hearts, Amen. God. Bless the rest of the service. In Jesus' name I pray. Amen. Please be seated in the presence of God.
We started the worship service about 15 minutes early today, and it is because we were going to do something extra, and that would take a little bit extra time, and then this really helped us today to start a little bit early and then to worship God. And I will, last week I said that we're just going to do a little setting forth ministry, and this is nothing unusual. We're going to set forth someone who had been in ministry for more than 45 years, and that is a little bit unusual. And usually we set forth somebody who is starting the ministry, but the only difference here is that he is coming into the church of God, and therefore we have to do this procedure. And I selected this psalm. Probably the first couple of verses it didn't make any sense, and why I selected these verses is because here it is noted in these verses, the last few verses said how God selected David and how David led the sheep. And there are certain key words here that I'm not going to preach about this, but I'm just going to connect this to the setting forth ministry. Then I will do the recognition of the birthdays and so forth at the end. So here, the leading requires certain skills. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ആടുകളെ മേയിച്ചത് പരമാർത്ഥ ഹൃദയത്തോടെയും കൈമിടുക്കോടെയും പരമാർത്ഥ ഹൃദയത്തോടെയും. So, in the English we read, in the integrity of his heart and the skillfulness of his hands. The heart and the hands. I wanted to pay attention to the heart and the hands. In ministry, you have to have a heart, and you have to do something with your hands. The loving, the compassion, all of that come from the heart. If you don't use the heart in ministry, then there is no ministry. If you are not able to love the people, then there is no ministry. So that is the model that I see in this psalm. That I just know Pastor John Thomas for a long period of time, since 1973. And I know he is a man of integrity. I mentioned that last week. He is a man of integrity, and he is a man of skill, and he knows a lot. And I thank God for him and for his life. And I know him not only as an outsider. In my family, he is actually an adopted brother to me. I have a brother, he's in the UK, but I talk to him more than I talk to my own brother in the UK. But recently I cut that short a little bit. But previously, when I started calling him, I talked 1 hour, maybe 2 hours. Sister Elsie was saying, what's going on? My wife is calling me to eat lunch, and here I am talking. And after I started this new program, I cut short a lot of those. Now I briefly talk maybe 5 minutes, and that's only once in a while. But we used to talk, and my sisters consider him as a brother. And my brother considered him, I don't know if he considered him as a brother, but in our family, there is, just like when I said something about Pastor Katie Matthew, I said we had nothing that we have done without Pastor Katie Matthew. And when I built a house in India, I invited him to dedicate that house. And we involve him in our family matters, and we are very close with each other. And me not talking to him doesn't cut out the closeness. It only means that I'm too busy, that if I don't focus on my studies and church ministries, then I will fail. I don't like failing, and I like to keep going steady. And I know I cut short of those conversations with him a little bit. Probably he felt bad about that, and I feel bad about it. But one thing about communication, those who communicate with me know that you will get an answer from me maybe the next minute, maybe the next second. That is my style of communicating with people. If you try to
contact me. I'm always available. I will always talk. I take time. So this morning, what we are going to do is I'm going to invite Pastor John Thomas to come to the front. I asked him, do you feel comfortable doing it? And he said yes. And his wife said yes. So I'm going to invite Pastor John Thomas and his wife, Sister Elsie, to come, just like we done this the last time we all four were here. You will face the congregation. Maybe sometime somebody can take a picture also. So we're just going to set forth Pastor John Thomas for the ministry in the Church of God. Brothers and sisters, we are gathered here today in the presence of God and this congregation to set apart Pastor John Thomas for ministry in the Church of God. Setting apart someone for ministry is a sacred and significant procedure. This is a public recognition before the Compassionate Church congregation for Pastor John Thomas, who is entering ministry in the Church of God and is a candidate for the ordained bishop ministry rank in the Church of God. This is a sacred moment, affirming that God has called, prepared, and anointed Pastor John Thomas for the kingdom work. The Compassionate Church now affirms this calling through prayer and the blessing of God's word. In Acts chapter 13, verse 2 and 3, we read, as they ministered to the Lord and fasted, the Holy Spirit said, now separate to me Barnabas and Saul for the work to which I have called them. Then having fasted and prayed, they laid hands on them and they sent them away. In Ephesians chapter 4 verses 11 through 13 we read, and he himself gave some to the apostles, some prophets, some evangelists, and some pastors and teachers, for the equipping of the saints, for the work of ministry, for the edifying of the body of Christ, till we all come to the unity of faith and of the knowledge of the Son of God, to a perfect man, to the measure of stature of the fullness of Christ. Just like I said before, Pastor John Thomas is not new to this ministry. He has been serving God's kingdom for more than 45 years. He is currently serving as the president of the fellowship churches in Kerala. And he is helping and he is mentoring other ministers who are working with him. And he is involved in ministry of various kind and various capacities. And what we're going to do now is we are going to stand in the presence of God. Amen. We're going to say a prayer for him and commit him into the Lord's hand. Hallelujah. Let us pray. Let us all rise and pray for Pastor John Thomas and Sister Elsie. Heavenly Father, we thank you for your servant Pastor John Thomas and his wife Sister Elsie Thomas, whom you have called and prepared for ministry. For the past 45 years, you have used them to serve the people of God in many leadership roles and capacities. Fill them with the power of the Holy Spirit. Grant them wisdom and boldness. We pray for your grace on their life, that they walk worthy of the calling, a faithful servant to your flock, and bring glory to your name. Now, as they enter ministry in the Church of God, may the Lord go before them to lead, behind them to guard,
We need them to support, beside them to guide. And may the Holy Spirit empower them to fulfill every good work for your glory. Now, go in the authority of the one who sends you. We bless you and we commit you into the hands of God, Pastor John Thomas, and your wife, Sister Elsie, in the name of the Father, and of the Son, and of the Holy Spirit. May your life be blessed. May your ministry be blessed in the Church of God. Amen. And everywhere that you go, may you become a blessing to so many people. We bless you once again. The Compassionate Church bless you in the name of the Father, and of the Son, and of the Holy Spirit. Amen. Amen. Hallelujah. Praise God. Let's give them a hand. Hallelujah. Praise you, Jesus. Thank you, Lord. Praise God. Now you can go back to your seats, and I've been encouraging Pastor John Thomas to be in the Church of God for many years, but the time has come, and he is now officially a Church of God pastor. And this is not an ordination service. This is not an appointment. An ordination service will come in Weatherford, and I'm sure Pastor John Thomas will invite all of us to be present there and to express our gratitude and our appreciation for his ministry in the Church of God. This week we have one birthday, and that birthday is Sister Bintu's birthday, and she is, I don't want to ask any age or anything, but we are so happy the Lord has given her another year to her life. And She said on Friday. She only told. Yeah, she said it on Friday actually. And Pastor John Thomas will be praying after the offering, and then you will remember to pray for her, and also Sister Annie, who is traveling. And now there is no other thing that I need to recognize. And this morning, worship service, we have our sister, Dr. Minnie Pillet, Minnie Kudian is going to, I just said the Pillet name before, excuse me. And so Dr. Minnie Kudian is speaking to us this morning, and let us all pray for her, the Lord to anoint her, that the Lord will speak through her to us. That will be a blessing to us. And Sister Bintu is singing his offering song, and we'll take the offering at this time. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയണമേ. അന്ത്യകാല അഭിഷേകം ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയണമേ. പോലെ
വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു സഭായോഗത്തിൽ സംബന്ധിപ്പാൻ എളിയവർക്കും ഈ ദിവസം ദൈവം അനുവദിച്ചതിൽ നന്ദിയോടെ ഞാൻ കർത്താവിനെ വാഴ്ത്തി. ഇന്ന് കർത്താവിൻ്റെ ദാസനും ദൈവസഭയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ അതിയായ സന്തോഷം. കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി വിശേഷാൽ ഞാൻ അറിയിക്കുന്നു. ശുശ്രൂഷയുടെ ഏത് ഘട്ടങ്ങളിലും നീതിമാന്മാരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എന്നും എപ്പോഴും അനുഗ്രഹമാണ്. സ്തോത്രം. അതിനു മുമ്പ് ഏതെല്ലാം നിലയിലും തസ്തികകളിലൊക്കെ ശുശ്രൂഷ ചെയ്തു എന്നുള്ളത് ഒരു ബാധകമല്ല. ഓരോ ദിവസവും കർത്താവിൻ്റെ ദാസന്മാരുടെ ദൈവമക്കളുടെ പ്രാർത്ഥന ഈ ശുശ്രൂഷയിൽ മുന്നേറുവാൻ വളരെ അനിവാര്യമാണ്. ഞാൻ ഓർത്തുപോയ ഒരു സന്ദർഭമുണ്ട്. ജന്മം കൊണ്ട് ഞാനൊരു മർത്തോമാക്കാരനായി. മർത്തോമ സഭയിലെ തോന്നിയാമലക്കാരൻ ഈശോമാർ തിമോത്തിയോസ് തിരുമേനി പെന്തക്കോസ്തുകാരുടെ ഒരു സമ്മേളനത്തിൽ, പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ പെന്തക്കോസ്തിലെ ലീഡർഷിപ്പിലുള്ള ദൈവദാസന്മാരുണ്ടായിരുന്നു. പക്ഷേ കെ സി ജോൺ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അദ്ദേഹം ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന് ദൈവാത്മ നിയോഗമുണ്ടായി. പക്ഷേ കെ സി ജോണിനോട് പറഞ്ഞു, നിങ്ങൾ പാസ്റ്റേഴ്സ് എൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് മർത്തോമ സഭയിലെത്തും പൊരുളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അത് എന്നും എക്കാലവും ദൈവദാസന്മാർക്ക് ഒരു മാതൃകയുള്ള കാര്യമാണ്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. അദ്ദേഹം ഇന്നില്ല, അദ്ദേഹം ഇന്നുണ്ടായിരുന്നുവെങ്കിൽ മർത്തോമ സഭയുടെ മെത്രാപ്പോലീത്താകുമായിരുന്നു. പ്രായമാണ്. അദ്ദേഹത്തോടൊപ്പം വാഴിച്ച ജോസഫ് എന്ന് പറയുന്ന റേനിയോസ് ആയിരുന്നു മുമ്പ് മെത്രാപ്പോലീത്തയായി. ഞാൻ ഓർപ്പിച്ചത് ദൈവദാസന്മാരുടെ പ്രാർത്ഥന. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ നർസിൻ പി ജോൺ എൻ്റെ ഒരു ഉറ്റ സഹോദരനെ, ഞങ്ങളൊരു അമ്മയ്ക്കും ഒരു അപ്പനും പിറന്നവരല്ല എങ്കിലും അതുപോലെയുള്ളതായ ഒരു ആത്മബന്ധമാണ് ആ കുടുംബമായി. തൻ്റെ സഹധർമ്മിണിയും മക്കളെ എല്ലാവരുമായിട്ടുള്ള ആ ബന്ധം എന്നും എപ്പോഴും എന്നെ വളരെയധികം സ്നേഹിക്കുകയും എൻ്റെ ശുശ്രൂഷയെ ഒരുപാട് കൈത്താങ്ങൽ പ്രോത്സാഹനം തന്നിട്ടുള്ള വ്യക്തിയാണ്. എപ്പോഴെല്ലാം ഞാൻ ഈ അമേരിക്കയിൽ വന്നിട്ടുണ്ടോ, 1988 ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അന്ന് സൗദിയിൽ നിന്നാണ് വരുന്നത്. അന്ന് കമ്പനിയാണ് സ്പോൺസർ ലെറ്റർ തന്നത്. പക്ഷേ ഇവിടെ വന്നു എന്നറിഞ്ഞ ആ ദിവസം തന്നെ അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തു. പിന്നീട് ഞാൻ ഇവിടെ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ കാര്യാദികൾ ഒരു ഗാർഡിയനെ പോലെ, ഒരു സ്പോൺസറെ പോലെ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തന്നത് അദ്ദേഹമാണ്. ദൂരത്തിരിക്കുമ്പോഴും സമീപത്തുള്ളപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ എല്ലാവർക്കും കർത്താവ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രാർത്ഥിച്ചതിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഞാൻ ദൂരത്തായിരിക്കുമ്പോഴും ഈ സഭയെക്കുറിച്ച് എനിക്ക് വലിയൊരു ഉത്തരവാദിത്വം, പ്രത്യേകിച്ച് ഞാനിവിടെ വന്ന ആ ആഴ്ചയിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് എന്നെയും കൂടി ഞങ്ങളെ ഇവിടെ മുൻപിൽ വിളിച്ചു വരുത്തി. അദ്ദേഹം ഞങ്ങൾക്ക് നൽകി തന്ന പ്രതിജ്ഞാവാചകം അത് കൈപൊക്കി യേസ് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഒന്നുകൂടി കേട്ടു. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ വരുവാനായിട്ടിടയായി. ഇന്ന് കർത്താവിൻ്റെ ദാസൻ അതേ പ്രതിജ്ഞാവാചകങ്ങൾ ആവർത്തിച്ചു തന്നപ്പോൾ ഉത്തരവാദിത്വം വർദ്ധിച്ചിട്ടുണ്ട്. ഈ സഭയെ ഓർത്ത് എല്ലാ ദിവസവും എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും എല്ലാവരെയും ദിവസേന ഓർത്ത് പ്രാർത്ഥിപ്പാനും കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു, തുടർന്നു. എന്നാൽ ഞങ്ങളാവോളം ഈ സഭയ്ക്ക് പ്രയോജനപ്പെട്ട് കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഒരു വാക്കും കൂടി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ദാസൻ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞു, ചർച്ച ബോർഡുമായിട്ടുള്ള ബന്ധത്തിൽ വരയണമേ. എൻ്റെ കുടുംബത്തിൽ സാക്ഷാൽ പെന്തക്കോസ്തുകാരില്ല, നിയറസ്റ്റ് ഫാമിലി. എന്നാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നത് പാസ്റ്റർ ടി എം വർഗീസ്, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആദ്യ
സ്ഥാപകൻ കുക്ക് സാഹിബ് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച എൻ്റെ വല്യപ്പച്ചൻ്റെ ഫസ്റ്റ് കസിനായി. പക്ഷെ ആ കാലങ്ങളിലൊക്കെ ഞങ്ങൾ മർത്തോമ വിശ്വാസത്തിലായിരുന്നു, ഒരു ബന്ധമില്ലായിരുന്നു. കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ വന്നു. പിന്നീട് എനിക്ക് ഈ വടക്കേന്ത്യയെക്കുറിച്ചുള്ള പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നപ്പോൾ, നാട്ടിലെ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് വന്നപ്പോൾ വടക്കേന്ത്യയെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം കർത്താവ് തന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഏതാണ്ട് 32 വർഷങ്ങൾ വടക്കേന്ത്യയിലെ വേദിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ടിടയായത്. ഇങ്ങനെ ഉള്ളതും ഒരു വലിയ ദൈവനിയോഗമാണ്. എന്നെ ഈ സഭയോട്, ഈ പ്രസ്ഥാനത്തോട് കൂട്ടി യോജിപ്പിക്കുവാൻ, ഒരുമയോടെ ആയിരിക്കാൻ, അതിന് സ്റ്റേറ്റ് ഓഫീസിൽ എന്നെ കൊണ്ടുപോയി ഉത്തരവാദിത്തപ്പെട്ട അധ്യക്ഷന്മാരോട് എന്നെ പരിചയപ്പെടുത്തുവാനും എല്ലാം മുൻപിൽ നിന്നത് കർത്താവിൻ്റെ ദാസനായിരുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽ വിശുദ്ധ ആരാധനയായി ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞുപോയ ഒരാഴ്ച ഞങ്ങളെ കർത്താവ് സഭയായി കാത്തു. കർത്താവെ, ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ ഞങ്ങൾക്ക് തമ്മിൽ കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നു, കേട്ടിരുന്നു, ഞങ്ങളെ അറിഞ്ഞിരുന്നു. ഞങ്ങൾ വസിച്ച സ്ഥലങ്ങളിൽ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ഞങ്ങളെ കാത്തു പരിപാലിച്ചുവല്ലോ. ഞങ്ങളുടെ ഗമനാഗമനങ്ങളെ കർത്താവ് കാത്തുവല്ലോ. ഒരു വിശുദ്ധ സഭായോഗം കൂടി കർത്താവ് ഞങ്ങൾക്ക് അനുവദിച്ചുവല്ലോ. നന്ദി, നന്ദി കർത്താവേ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ നെൽസൺ ബി ജോൺ, സിസ്റ്റർ ആനിയും ദാനം കൊടുത്ത മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളുടെ ദാസനെ കുടുംബമായി ദൈവം ഒരുക്കണമേ. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ കടന്നു വന്നപ്പോൾ വിശേഷ കർത്താവെ മകന്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവിന്റെ സമയമായപ്പോൾ പ്രിയ മകന് ഒരു പെൺകുഞ്ഞിനെ നൽകി കർത്താവ് ആഗ്രഹിച്ചല്ലോ. ദാസിക്ക് ഒരു കൊച്ചുമകളെ കൂടി നൽകി കർത്താവ് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരുന്തോറും ദൈവകൃപയില് വളർത്തണമേ. കർത്താവേ, സഭയ്ക്ക് ആതിഥ്യം നൽകുന്നതായ പ്രിയ അച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ദൈവം കാത്തുകൊള്ളുന്നു. ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക സ്ഥിതികൾ ദൈവം അറിഞ്ഞ് അസാധാരണ സൗഖ്യം ആരോഗ്യം നൽകി ദൈവം കാക്കണമേ. ദേശിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഇവിടെ ആരംഭിക്കുവാനായി ചെയ്ത എല്ലാ പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും ദൈവം ആദരിച്ച് കർത്താവേ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ മനോഹരമായ ഒരു സാഹചര്യത്തിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവം ഞങ്ങൾക്ക് സാധ്യമാക്കുന്നുവല്ലോ. പ്രിയ കുടുംബം ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും കർത്താവേ ധാരാളം പ്രതിഫലം കൊടുത്ത് ദൈവം മാനിക്കണമേ, ദൈവം അനുഗ്രഹിക്കണമേ. പിന്നെ ഈ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ഒരുക്കണമേ. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൽ ഒരു വയസ്സ് കൂടി തികയുവാൻ മുൻപോട്ടുള്ള പ്രയാണത്തില് ആയുസ് കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, കർത്താവ് കൊടുത്ത ഭൗതിക ജോലി മേഖലകളിലെല്ലാം ദൈവം അനുഗ്രഹിച്ച് വഴി നടത്തുവാനാകണമേ. ചർച്ചിന് ഒരു വലിയ അനുഗ്രഹമായി, താങ്ങായി, തണലായി നിങ്ങളുടെ ദാസിയെ ദൈവം കർത്താവിനോട് ദൈവകൃപയിൽ പ്രിയ മകളെ കർത്താവ് വളർത്തണമേ. സമൃദ്ധിയും ശ്രേഷ്ഠയുമായി തീരുവാൻ ദൈവം ഒരുക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളെയും ദൈവം അനുഗ്രഹിക്കണമേ. വിൽസനായി സ്തോത്രം ചെയ്യുന്നു. ശിശുമിനിക്കായി സ്തോത്രം ചെയ്യുന്ന ഇരുവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ബക്കുലിനെയും പ്രിസ്കിലിനെയും കുറിച്ച് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. അവർ ഒരുമിച്ച് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്ക് അനുസൃതമായി കഴിഞ്ഞകാലങ്ങൾ കർത്താവ് പ്രാർത്ഥന കേട്ട് വിടുവിച്ചതായ കർത്താവ് കൊടുത്ത സൗഖ്യത്തെ കുറിച്ച് ഞങ്ങളുടെ മഹിമ കണ്ട സാക്ഷികളായി കർത്താവിന്റെ രാജ്യത്തിന് ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി തികഞ്ഞ അഭിഷേകത്തോടെ കർത്താവ് മുൻപോട്ട് നടത്തുമാറാക്കണമേ. ഇന്ന് പരിശുദ്ധാത്മകരവോടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാനും ഞങ്ങളുടെ ദാസി നാളെ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത അസാധാരണമായ ദൈവങ്ങളെ അഭിഷേകവും നൽകി കർത്താവേ ഞങ്ങളുടെ മധ്യ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസിയുടെ മേൽ
ഒരു പ്രത്യേക വരം കർത്താവ് അയക്കുമാറാകണമേ. നന്ദി കർത്താവ്. പ്രാർത്ഥിക്കുന്നു ഇന്ന് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ആരോഗ്യത്തോടെ ആയുസ്സോടെ ദൈവം കാത്തുകൊള്ളുമാറാകണമേ. ശിശുവാനി ഫിലിപ്പിനായി കുടുംബത്തിനായി യാത്രയിലായിരിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കടന്നു വന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകരുത്. പലപ്പോഴായി സഭയെ സ്നേഹിച്ച് ഇവിടെ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം ആരാധിച്ച ദൈവജനമുണ്ടല്ലോ. എവിടെയായിരുന്നാലും സംരക്ഷണം എന്നും എപ്പോഴും ഉണ്ടായിരിക്കണമേ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി കുടുംബമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ പേരിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട ആത്മമരണം മാറും നീതിയിലവൻ വാഴും. കേൾക്കുക നാം ആക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം ആക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തുവിടെയായിരുന്ന രണ്ട് ദൈവദാസന്മാരെയും അടിയുടെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹാലേലിയ ഹാലേലിയ ഈ പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഹാലിലെ ജീവന്റെ വചനമായി ആരോഗ്യത്തിനുമായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം തന്നെ ഈ വചനം പറയുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന ദൈവദാസനോടുള്ള നന്ദിയെ ഈ സമയത്ത് പ്രത്യേകം അറിയിക്കുന്നു. ഹാലേലിയ. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി 2 Kings chapter 3 verses from 16 to 18. Ravina Modi is going to read for me. And he said, "This is what the Lord says, I will fill this valley with pools of water. For this is what the Lord says, you will see neither wind nor rain, yet this valley will be filled with water, and you, your cattle, and your animals will drink. This is an easy thing in the eyes of the Lord. He will also deliver Moab into your hands." Amen. Hallelujah. ഞാനത് മലയാളത്തിൽ കൂടി വായിക്കുന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുകയും നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇതും പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിയരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല ദൈവമേ, കർത്താവേ, വചനവുമായി ഇടയായിരിക്കും കർത്താവേ, ദൈവമേ അടിയ വായിച്ചത് നല്ല കർത്താവേ, പരിശുദ്ധാത്മാവി പകർക്കാലം കർത്താവേ, ഹാലലിയ ഈ വചനത്തെ ഏറ്റെടുത്ത് കർത്താവേ ഈ ജനത്തോടും അടിയോട് കർത്താവിന് സംസാരിപ്പാനുള്ളത് അപ്പച്ച അടിയുടെ വായിൽ കൂടി കർത്താവേ ഇത് ജീവിക്കുന്ന വചനായിരിക്കും. ദൈവത്തിന് മഹത്വം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ വലിയ വിടുതൽ കേൾക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്നതിനായിട്ട് അങ്ങയുടെ കരം പോയിരിക്കുകയാണ്. നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പിതാവേ. ഏകാഗ്രതയോടെ അടികളെ ഇരുത്തണമേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. സോ ഈ വാക്യം ബാധിച്ചതിന്റെ സാഹചര്യങ്ങളെ പറ്റി മുഴുവനും ചാപ്റ്റർ 3 തുടക്കം തൊട്ട് പറയുന്നുണ്ട്. ഞാനത് ഷോർട്ടായിട്ട് ഇടയ്ക്ക് ചില വാക്യങ്ങൾ വായിക്കുന്ന കാരണം ആ സമയത്ത് തന്നെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇതിനകത്ത് കാണുമ്പോൾ there are 3 kings: King of Judah, King of Israel and King of Edom. സോ ഇഡോമിലെ കിങ്ങിന്റെ പേരിവിടെ പറയുന്നില്ല. സോ കിങ് ഓഫ് ജൂഡ പറയുന്നത് യഹോശാഫാത്ത്, നമുക്കറിയാവുന്ന കേട്ടിട്ടുള്ളതാ. പിന്നെ ഇസ്രായേലിന്റെ പറയുന്നത് ജെഹോറാം. The third king is ഈഡോമിലെ കിങ്. ഈഡോം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മുടെ ഏദോം എന്ന് പറയുന്നത് ഈശായിയുടെ യേശു യാക്കോബ് അവരെല്ലാം
നെയ്സലൻ ഇതായി വരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ നിന്നും കടന്നു വന്നതാണ് ഈദോം എന്ന് പറയുമ്പോൾ. സോ ഇവിടെ നമ്മൾ കാണുന്നത് കിങ് ഓഫ് ഇസ്രായേൽ, which is Jehoram, is calling Jehoshaphat for help to defeat Moabites, like ഇങ്ങോട്ട് വായിച്ചതുപോലെ. സോ ഇവിടെ വരുമ്പോൾ ജഹോഷഫാത്ത് യഹൂദയുടെ കിങ്ങാണ് നമ്മൾ പറയുന്നത്. സോ when he called him for help, without asking, God or whatever, he just agreed to come and defeat these people. So ഇവിടുന്ന് വരുമ്പോൾ they both are there with the Edom king. അവർ യാത്ര പുറപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ 8ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. അതിന്റെ 3:8 ഇങ്ങനെ പറയുന്നു, നാം ഏത് വഴിയായി പോകണം എന്നവൻ ചോദിച്ചതിന് ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്നവൻ പറഞ്ഞു. സോ Jehoshaphat is asking the king of Israel which way we have to go to defeat these people of Moab. So he said ഏതോ വഴി. അപ്പോൾ ഏതോമിലെ കിങ് ഇവരുടെ കൂടെയുണ്ടെന്ന് ഓർക്കണം. So he must be knowing the way where they are going. So our travel should be ഏതോ വഴിയായിട്ട് ഏതോമിലെ രാജാവിനായിരിക്കണം. So what happened here is, when we look at verse 9, അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടിയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. സോ ഈ നന്നായി അറിയാവുന്ന സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നവര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി അകപ്പെട്ടു പോകുക. സൈന്യമുണ്ട്, their army is there. സോ ഈ 3 രാജാക്കന്മാരപ്പോൾ അവരുടെ എല്ലാ ഗ്രൂപ്പും ഉണ്ട്. കടന്നു പോകുമ്പോൾ വെള്ളം കിട്ടാതെ 7 days they are suffering without water. സോ എല്ലാം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്രയിലൊക്കെയും എന്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൈവമക്കളെ ദൈവം അറിയാതെയല്ല, ദൈവത്തിന് പദ്ധതിയുമുണ്ട്. ആയതുകൊണ്ട് എന്തുവാ സംഭവിച്ചത്? So what happened here is a king of Israel all of a sudden ഞാൻ പറയുന്നത് പെട്ടെന്ന് മർമർ ചെയ്യാൻ തുടങ്ങി. He did not even ask God, can I go? Is it the right time to go? He did not ask anything. And when we talk about people of Israel, നമ്മൾ കാണുന്നത് ദൈവത്തെ ആരാധിക്കാതെ അന്യദൈവങ്ങളിലേക്ക് കടന്നുപോയി, ലോക രീതിയിലേക്ക് കടന്നുപോയി, ദൈവത്തെ പൂർണ്ണമായി അകന്ന് അശേര പ്രതിഷ്ഠകളും ബാൽ വിഗ്രഹങ്ങളൊക്കെയും ആരാധിച്ച് ജീവിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പീപ്പിൾ ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ രാജാവും എന്നാൽ യഹൂദയിലെ കിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ദൈവത്തെ അറിയുവാൻ യഹോശാഫാത്തിന്റെ പിതാവാണ് ആസ. അവരിലൊക്കെ ക്ലോസ്, എല്ലാവരും പെർഫെക്റ്റ് അല്ല. നമ്മൾ അവരുടെ ഹോൾ സ്റ്റോറി എടുത്തു നോക്കിയാൽ none of them are perfect because we are human beings, children. നമ്മളെ ദൈവം ഉണ്ടാക്കിയത് ലോകത്തിലെ മണ്ണ് കൊണ്ടാണ്. ഒരു മനുഷ്യൻ പോലും വിശുദ്ധനെന്ന് പറയാൻ സർവശക്തനല്ലാതെ ഈ ലോകത്തിൽ there is none holy. അവർ ക്ലെയിം ചെയ്താൽ they are not holy because നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട്. So what happened here is king of ആസ രാജാവിന്റെ മകനാണ് ജഹോഷാഫാത്ത്. സോ നമ്മൾ 2 കിങ്ങിന്റെ അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ് നമുക്ക് ഇവിടെ നോക്കാം. ഇത് അതിനകത്ത് അടുത്ത ഇതിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്നത് 10. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് ചോദിച്ചു. സോ ഓളോപ്പസാണ് ചോദിച്ചിട്ട് വന്നതല്ലെങ്കിലും പെട്ടെന്ന് ദൈവത്തെ കുറ്റം പറയുന്നതായിട്ടാണ് ഇസ്രായേൽ രാജാവിനെ അവിടെ കാണുന്നത്. എന്നാൽ അതിന്റെ നെക്സ്റ്റ് കാണുന്നത് 11 കാണുന്നു. എന്നാൽ യഹോശാഫാത്ത് നാം യഹോവയുടെ അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകന്മാരിൽ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അപ്പൊ അവർ പറയുന്നുണ്ട് എലീശ പ്രവാചകന് ഇവിടെ ഉണ്ട്. സോ അവിടെ 2 പേരുടെ ഡിഫറൻസ് നമ്മൾ കാണും. ദൈവത്തെ അറിയുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അവർ പെട്ടെന്ന് ഭാരം വരുത്തില്ലെന്നല്ല, അവർ ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ഇസ്രായേൽ രാജാവ് പെട്ടെന്ന് കംപ്ലൈന്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അവിടെ കാണുന്നത്. സോ അങ്ങനെ അവര് എലീശ പ്രവാചകന്റെ അടുത്തേക്ക് കടന്നുപോയി. സോ പിന്നെയും കടന്നു വരട്ടെ. സോ അങ്ങനെ വരുമ്പോൾ അതിലെ 13ാമത്തെ വാക്യം എലീശ ഇസ്രായേൽ രാജാവിനോട്, അപ്പൊ അവരൊന്നിച്ച് 3 രാജാക്കന്മാരോടെ കടന്നു ചെന്നതായിട്ട് നമ്മൾ കാണുന്നു. ചോദിക്കാൻ, എനിക്ക് നിനക്ക് തമ്മിൽ എന്താ? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെ മോവാബിയരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിട്ട് കംപ്ലൈന്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നാലേ ആ ഒരു ദൈവത്തിന്റെ പ്രവാചകരോട് ഞങ്ങളെ വിടുവിക്കണേ എന്ന് പറയല്ല, കംപ്ലൈന്റ് ചെയ്യുക.
എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ അതിന് പകരമാണ് എലിശയുടെ മറുപടി. അതിന് എലിശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോശഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കയില്ലായിരുന്നു. ദൈവമക്കളെ, നമുക്ക് അവിടെ ഒരു പ്രിവിലേജ് ആണ്. കാരണം നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മാത്രമല്ല വിടുതല്. ഹാലയില് ചിലപ്പോൾ ഈ ദൈവത്തെ അറിയാത്ത ഹാലയിൽ ആ ഒരു സൈന്യം മുഴുവൻ വിടുവിക്കപ്പെടുവാനായിട്ട് അവിടെ ഇടയായിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സോ അപ്പോൾ പറയുന്ന മറുപടി, ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാട് എലീശ പ്രവാചകൻ ഇവരോട് പറയുന്ന വാക്യമാണ് നമ്മൾ 16-17 വരെ ബബിനോട് വായിച്ചത്. സോ പറയുന്നത് എന്തോ അവിടെ, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, ചെയ്യേണ്ടതെന്തോ താഴ്വരയിൽ അനേകം കുഴികൾ കുഴിക്കുവേൻ. നമ്മുടെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിന് എബോവ് ഹ്യൂമൻ കോംപ്രിഹെൻഷൻ ആണ് സർവശക്തൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. കാരണം പലപ്പോഴും ശത്രു നമ്മളെ മനസ്സിലാക്കി തരത്തില്ല സർവശക്തൻ എങ്ങനെയാണ്. നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു ചെറിയ ബുദ്ധിയില് നമുക്ക് കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എപ്പോഴും ഇങ്ങനെയായിരിക്കും ദൈവം പ്രവർത്തിക്കുന്നത്. സോ അതിനുവേണ്ടി തന്നെ നമ്മൾ ചിലപ്പോൾ ഞാൻ എന്റെ ഇതാ പറയുന്നത്, നിങ്ങളുടെ ആരുടെ അല്ല പറയുന്നത്. സോ ആ ഒരു ഫോക്കസിൽ തന്നെ പ്രാർത്ഥിക്കും. കാരണം നമ്മൾ ദൈവത്തെ നമ്മുടെ വരയിൽ കൊണ്ടുവന്നു ആ രീതിയിൽ ഒരു ആൻസർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അവിടെ 7 ദിവസം വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതങ്ങളോട് അവിടെ കുഴി കുഴിക്കുവാനായിട്ട് പറയുകയാണ്. അതിന് വിശ്വസ്തയോടെ ഞാൻ വിശ്വസിക്കാതെ യഹോശഫാത്ത് രാജാവ് ഉള്ളത് കൊണ്ടായിരിക്കാം അവർ അതുപോലെ അനുസരിച്ചു, പറഞ്ഞതുപോലെ ചെയ്തു. പിന്നെ പറയുന്നതോ, നിങ്ങൾ കാറ്റ് കാണിയില്ല, മഴ കാണിയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകൾ നിങ്ങളുടെ മൃഗവാഹനങ്ങൾ കുടിക്കത്തക്ക വിധം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അതിന് 18 എനിക്ക് ഒത്തിരി ഇതും പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. കടന്നു വന്നത് വെള്ളം കിട്ടാത്ത അവസ്ഥ കടന്നു, അല്ലാതെ മോവാബ്യരെ ജയിപ്പിക്കണമെന്നൊന്നും പറഞ്ഞില്ല ഇവിടെ വന്ന് എലീശ പ്രവാചകരോടെ. എന്നാൽ സർവശക്തൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടുന്നത് വെള്ളം, അത് ഇമ്മീഡിയറ്റ് ലീഡ് തരാന് ഞാൻ ശക്തനും മതിയാവില്ല. എന്നാൽ ഇതും പോരാ, ചോദിക്കാത്ത കാര്യങ്ങളെ തന്നു നടത്തുവാനും ശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇവരെ ജയിക്കുവാനാക്കിയതെന്നൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും അതെ നമ്മുടെ കോംപ്രിഹെൻഷന് യഹോവയാണ് ദൈവത്തിന്റെ കരം. അതിന് 20 തൊട്ട് ഞാൻ വായിക്കുന്നത്. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ അവരെ ചെയ്ത് കുഴി കുഴിച്ചു. സോ ഏതോ വഴിയായിട്ട് ആ വെള്ളം വന്നു, ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. സോ അവര് വരാൻ നമുക്ക് എപ്പോഴും എന്തുവാ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകാതൊരു വിടുതൽ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ആ യുദ്ധത്തിന് അവർ വന്നു. സംഭവിച്ചത് എന്തുവാ, അവർ കടന്നു വന്നു എന്ന് മോവാബ്യരൊക്കെയും ഇവർ കേട്ടു. ഇവർ യുദ്ധത്തിന് വരുന്നു. അവരും റെഡിയായിട്ട് അവരെ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. 22 കടന്നു വരുമ്പോൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. സോ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഹാലേലൂയ, സർവശക്തൻ തന്നെ സൂര്യന്റെ വെളിച്ചത്തെ ആ വെള്ളത്തിലേക്ക് അടിച്ചപ്പോൾ വെള്ളം മുഴുവനും രക്തമായി കിടക്കുന്നത് കണ്ടപ്പോൾ ഇവർ ഓർത്തത് ഹാലേലൂയ അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുതി അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബ്യരെ കൊള്ളയ്ക്ക് വരുവീൻ എന്ന് വിളിച്ചു. സോ ഇവർ വിചാരിച്ചു റെഡിയായി. ഇവരെല്ലാം അങ്ങോട്ട് 3 രാജാക്കന്മാർ അവരുടെ സൈന്യങ്ങളുവാ, അവര് തമ്മിലടിച്ചു, അല്ലെങ്കിൽ അവര് മരിച്ചു. എന്നാൽ ഇവരെ കൊള്ളയിടുവാനായിട്ട് ഇവർ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ സംഭവിച്ചത്, അവർ ഇസ്രായേൽ പാളയത്തിൽ എത്തിയപ്പോൾ ഇസ്രായേലിയർ എഴുന്നേറ്റ് ഹല്ലേലൂയ മോവാബ്യരെ തോൽപ്പിച്ച് ഓടിച്ചു. അവർ ദേശത്തിൽ കടന്നു മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. അവിടെ പല കാര്യങ്ങള് എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ അതെല്ലാം ഇവരുടെ ജീവിതത്തില് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അത് വായിച്ച സമയം കളയുന്നില്ല, സമയം എടുത്ത് വായിച്ചാൽ മതി. ഹല്ലേലൂയ, നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമക്കളെ 2 രാജാക്കന്മാരെ പറ്റി നമ്മൾ ഇവിടെ ചിന്തിച്ചു. അതിലെ കിങ് ഓഫ് ഇസ്രായേൽ ആൻഡ് കിങ് ഓഫ് ജൂഡ. ഹല്ലേലൂയ, 2 പേരും ദൈവത്തെ ഒരുപോലെ അറിഞ്ഞവരാ. കാരണം ഹല്ലേലൂയ അവരുടെ പിതാവാണ് സർവശക്തനായ ദൈവം. എവിടെയെങ്കിലും വെച്ച് അവരുടെ ജീവിതത്തിലെ കുറവുകൾ ഉണ്ടായി. ഹല്ലേലൂയ, അവർ ദൈവത്തിൽ നിന്നും അകന്നുവാനിടയായിത്തീർന്നു. ഇസ്രായേലും അവരുടെ കൂട്ടും. എന്നാൽ യഹൂദ രാജാവായ യഹോശഫാത്ത്, നമുക്ക് ഈ അതിന്റെ ക്രോണിക്കൽസിലേക്ക് ചില പോയിന്റ്സ് മാത്രം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമ്മൾ യഹോശഫാത്തിനെയും അതുപോലെ യഹോരാമിന്റെയും ഒക്കെ കഥ വായിച്ചു പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ആപ്ലിക്കബിൾ ആകണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ളത്. ഇതിന്റെ ദിനവൃത്താന്തത്തിലാണ് ഈ യഹോശഫാത്ത് രാജാവിന്റെ ആ രാജ്യസഭയത്തിരുന്ന ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചതും എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത്.
യഹോശാഫാത്ത് രാജാവിന്റെ മിസ്റ്റേക്സ് എല്ലാം നമുക്ക് ദിനവൃത്താന്ത പുസ്തകം 17 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാം. ഇതിലെ 4 കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു. നമ്പർ 1, യഹോശാഫാത്ത് രാജാവിന്റെ വിശ്വാസം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ആ ഒരു ഭയത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നുപോയപ്പോൾ 7 ദിവസം ഒരു മനുഷ്യൻ വെള്ളം കുടിക്കും, വെള്ളം മൃഗങ്ങളുണ്ട്, മൃഗവാഹനങ്ങൾ പലതുണ്ട്. അവരുടെ അവസ്ഥ ആലോചിച്ചു. വിത്തൗട്ട് വാട്ടർ ഹല്ലേലൂയ സ്ട്രഗ്ലിംഗ് ദേർ ഫോർ 7 days. സോ അന്നേരം ചിന്തിച്ചത് ഇസ്രായേൽ രാജാവിന്റെ റെസ്പോൺസ് നമ്മൾ കണ്ടു. എന്നാൽ യഹൂദ രാജാവ് പറഞ്ഞത് ഹല്ലേലൂയ ദൈവത്തെ നോക്കുവാനായിട്ട്, ഹല്ലേലൂയ പ്രവാചകൻ ദൈവ മക്കൾ പറയുന്നത് കേൾക്കുവാനായിട്ട് ഹല്ലേലൂയ ചെവി കൊടുത്തു. നമുക്ക് അതിലേക്ക് കടന്നു വരുമ്പോൾ 2 Chronicles chapter 7 ചില വാക്യങ്ങൾ മാത്രം ഒന്ന് വായിക്കുന്നു. 2 Chronicles chapter 17 verses 3 to 4 ഞാൻ വായിക്കുന്നു. യഹോശാഫാത്ത് തന്റെ പിതാവായ ദാവീദിന്റെ ആദ്യ വഴികളിൽ നടക്കുകയും ബാൽ വിഗ്രഹങ്ങളെ ആശ്രയിക്കാതെ തന്റെ പിതാവിന്റെ ദൈവത്തെ അന്വേഷിക്കുകയും ഇസ്രായേലിന്റെ ആചാരപ്രകാരം നടക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തത് കൊണ്ട് യഹോവ അവനോട് കൂടെയിരുന്നു. സോ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക്, അവന്റെ വചനം അനുസരിക്കുന്നവർക്ക് വേണ്ടി നിൽക്കുന്ന ഹല്ലേലൂയ കടന്നു വന്ന് അവരെ സ്നേഹിക്കുന്ന, അവരെ കരുതുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സോ അങ്ങനെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് യഹോശാഫാത്ത് രാജാവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഓവർകം ചെയ്യാതെ ഹല്ലേലൂയ എന്റെ ദൈവം ഈസ് മോർ ദാൻ ഇനഫ് എന്നുള്ളൊരു ഉറപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വായിക്കുമ്പോൾ ചാപ്റ്റർ 19 കടന്നു വരുമ്പോൾ 19 പറഞ്ഞ സമയങ്ങളെ 20 ഞാൻ കടന്നു വരികയാണ്. ചാപ്റ്റർ 20 2 Chronicles chapter 20 അതിലേക്ക് കടന്നു വരുമ്പം അവിടെ നമ്മൾ കാണുന്നു. സോ ഇതിനു മുമ്പുള്ള എക്സ്പീരിയൻസിൽ കൂടിയാണ് ഹല്ലേലൂയ യഹോശാഫാത്ത് രാജാവിൽ വീണ്ടും ധൈര്യം വർദ്ധിക്കുന്നത്. സോ ഞാൻ ആദ്യം പറഞ്ഞത് ഫെയ്ത്ത്, ഹല്ലേലൂയ വിശ്വാസം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും വരുന്ന കാര്യമല്ല. നമ്മൾക്ക് ഹല്ലേലൂയ പലപ്പോഴും ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഹല്ലേലൂയ കാണുമ്പോൾ എന്ത് പറഞ്ഞാൽ അവിശ്വസിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അത് ഹല്ലേലൂയ വിശ്വസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് സ്ലോലി നമ്മുടെ ജീവിതത്തിലെ ആ വിശ്വാസം വർദ്ധിക്കാനായിട്ട് കാര്യമായിരിക്കും. സോ ആ യഹോശാഫാത്ത് തന്റെ പിതാവ് ചെയ്തതുപോലെ അനേക കാര്യങ്ങൾ യഹൂദ ജനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ദൈവത്തെ വീണ്ടും അവരിലേക്ക് മടക്കി വരുത്തുവാനായിട്ട് യഹോശാഫാത്തിന് കഴിഞ്ഞു. ആ വിശ്വാസം ഇവിടെയും യഹോശാഫാത്ത് രാജാവിനെ തുടച്ചു. രണ്ടാമത് വന്നത് ട്രസ്റ്റ്, ആശ്രയം. ഹല്ലേലൂയ ഈ ഫെയ്ത്ത് കഴിഞ്ഞ ഒരു സ്റ്റെപ്പ് കൂടെ കടന്നു പോകണേ, ആശ്രയം വരണമെങ്കിൽ. ഇപ്പൊ നമുക്ക് ഒരാളിൽ വിശ്വാസമുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ അവർ നമ്മളെ സഹായിച്ചത് അല്ലെ നമ്മൾക്ക് വേണ്ടി നിന്നത് ഓർക്കുമ്പോൾ നമുക്കൊരു ഉറപ്പാ ആ വ്യക്തി എനിക്ക് വേണ്ടി എന്നെ കൈവിടത്തില്ല, ആ വ്യക്തി ഞാൻ കടന്നു ചെന്നാല് എന്നെ ഒഴിവാക്കി പോകത്തില്ല. ആശ്രയം എന്ന് പറയുന്നത്. സോ യഹോശാഫാത്ത് രാജാവിന്റെ ആശ്രയം ഇവിടെ ചാപ്റ്റർ 20 നോക്കുമ്പോൾ മോവാബ്യരും അമ്മോന്യരും മെയൂന്യരുടെ 3 ഗ്രൂപ്പ് ആൾക്കാർ യുദ്ധത്തിന് വേണ്ടി കടന്നു വരിക. അപ്പൊ യഹോശാഫാത്ത് രാജാവ് പെട്ടെന്ന് പേടിച്ചു. അപ്പം 2 Chronicles 20 verse 3 ഞാൻ വായിക്കുന്നു. യഹോശാഫാത്ത് രാജാവ് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. പേടിയൊക്കെയും ജീവിതത്തിൽ വരുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് ഈ വചനത്തിൽ കൂടെ തന്നിട്ടുണ്ട്. യഹോശാഫാത്ത് രാജാവ് ഭയപ്പെട്ടു. മനുഷ്യത്വത്തിന്റെ ഓർമ്മയില്ല ഭയം എന്ന് പറയുന്നത്. ഭയപ്പെട്ടു. പക്ഷെ ചെയ്തത് എന്തുവാ? പെട്ടെന്ന് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഓടി വന്നു. ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. പിന്നെ കാണുന്നത് 6ാമത്തെ വാക്യം ഞാൻ പെട്ടെന്ന് വായിച്ചു വിടാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെ ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർക്കുവാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ട്. സോ അതെന്തുവാ ചെയ്യുന്നത്? ഈസ് acknowledging the sovereignty of God. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ലെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവന് ട്രസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അതിന്റെ അടുത്തതിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 12ാമത്തെ വാക്യം അത് മുഴുവനും വായിക്കേണ്ടത് സമയക്കുറയുണ്ട്. 12ാം വാക്യം ഇങ്ങനെ: ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന വലിയ സമൂഹത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടു എന്ന് അറിയുന്നുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. സോ 3 ഗ്രൂപ്പാണ് യുദ്ധത്തിന് വരുന്നത്. അവിടെ മറ്റേ ഒരു മോവാബ്യരോട് യുദ്ധത്തിന് പെട്ട പ്രയാസമാണ് അവിടെ പറഞ്ഞത്. ഇവിടെ 3 ഗ്രൂപ്പ് ആൾക്കാരെ യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ പൂർണ്ണമായിട്ട് ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു രാജാവിനെയാണ് ഹല്ലേലൂയ അവിടെ നമ്മൾ കാണുന്നത്. അവർ പറയുന്ന ഞങ്ങളുടെ കണ്ണ് നിന്നിലേക്ക് തിരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ 4ാമത്തേതിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത് അതിന്റെ 15ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ
യഹൂദിയൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടെ ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. സോ ഇത് എങ്ങനെയാണ് അത് പ്രാർത്ഥനയായിട്ട് കഴിയും? ഒരു ദിവസം കൊണ്ട് ലഭിച്ചതൊന്നുമല്ല. യഹോശാഫാത്ത് രാജാവിന് ഇത്ര വലിയ വിശ്വാസവും ആശ്രയവും ഒക്കെ ജീവിതത്തിലെ അതിലെ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ കടന്നു വന്ന അവസരങ്ങളിലൊക്കെയും ചെറുതായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ ദിനം പ്രതി ദൈവം കൂടുതൽ കൂടുതൽ ധൈര്യം കൊടുത്ത് അതിന്റെ ആശ്രയം കൊടുത്ത് നടത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം അപ്പൊ ഇവർക്ക് മറുപടി കിട്ടി. 3 രാജാക്കന്മാർക്ക് യുദ്ധം ചെയ്യാനായിട്ട് കഴിവില്ല. ചോദിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞത്, യുദ്ധം എന്റേതാ, നിങ്ങളുടേതല്ല, പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞേച്ച് അതിന്റെ അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു. 17 തൊട്ട് വായിക്കുന്നു. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദയും യെരൂശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളി. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, ഞാൻ നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെ ഒരു പ്രവാചകനെ കൂടിയാണ്. ഒരു പ്രവാചകനെ കൂടിയാണ് പറയുന്നത്. നിങ്ങൾ യുദ്ധത്തിന് പോകേണ്ട കാര്യം നിങ്ങൾ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, യുദ്ധം എന്റേതാണ്. പിന്നെ പറഞ്ഞ ഞാൻ ഭയപ്പെടരുത്, ശ്രമിക്കരുത്, നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം അവർ ചെയ്തെന്തുവാ? അവർ ദൈവത്തെ സ്തുതിപ്പാൻ ആരാധിപ്പാൻ തുടങ്ങി. 19 ഹാത്യരും കോരിക്കരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി. അതിന്റെ 21 ഞാൻ വായിക്കുന്നു. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിക്കുവിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. അവർ ആ യുദ്ധം ചെയ്തില്ല. 3 സൈന്യം ഒന്നിച്ച് കടന്നു വന്നപ്പോൾ അതിൽ അവർ വളരെ ഭയപ്പെട്ടു. സിമ്പിൾ കാര്യം ചെയ്ത് ദൈവത്തിലേക്ക് ചെന്നു. നോളജ് ദൈവമേ, ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ആരുമല്ല. But one thing we know that you can do miracles. Only you can. So നാല് പോയിന്റ് ഞാൻ പറഞ്ഞു. ഫെയ്ത്ത്, യഹോശാഫാത്ത് രാജാവിന്റെ വിശ്വാസം. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളുടെ ചിന്തിയൊരു പെർഫെക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയെ എടുത്തു അങ്ങനല്ല. ഹ്യൂമൻ ബീങ്സ് ഞാൻ പറഞ്ഞു എല്ലാവരും ക്ലോസ് ഉണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. എന്നാലും വീണ്ടും ദൈവം അവർക്ക് കൃപ കൊടുത്ത് അവരെ വീണ്ടും സത്യത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഫെയ്ത്ത് that led to trust. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു ഫാസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു, ദൈവമുഖം അന്വേഷിച്ചു, ദൈവം വലിയവ ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ കിങ്സിലേക്ക് വന്നാൽ ഞാൻ വായിച്ച ഒബീഡിയൻസ് ഒത്തിരി ഇമ്പോർട്ടന്റ്. നമ്മൾ എത്ര ദൈവത്തിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാലും ഈ വചനത്തിലെ വാക്യങ്ങൾ മുഴുവൻ കാണാതെ പഠിച്ചെന്ന് പറഞ്ഞാലും അതിൽ ഒബീഡിയൻസിലെ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ അതിൽ ഡെലിവറൻസ് കാണുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫെയ്ത്ത്, ട്രസ്റ്റ്, ഹല്ലേലൂയ, ഒബീഡിയൻസ്, ഡെലിവറൻസിലേക്ക് ആ മിറക്കിൾ കാണുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ വെനസ്ഡേസിലൊക്കെ പാസ്റ്റർ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ ഈ വാക്യം വായിച്ചപ്പോൾ വീണ്ടും ചിന്തിപ്പിച്ചത് യഹോശാഫാത്ത് രാജാവ് he took faith over fear. ലോകത്തിന്റെ ഭയം, ഹല്ലേലൂയ, അതിൽ നിന്നും ഹല്ലേലൂയ ഫെയ്ത്ത്, വിശ്വാസം ഏറ്റെടുക്കുവാനായിട്ട് ഇടയായിരുന്നു. രണ്ടാമത് ട്രസ്റ്റ് ഓവർ സിറ്റുവേഷൻ കണ്ടു കഴിയുമ്പോൾ ഇവിടെ അവർക്ക് വേണേൽ ക്വസ്റ്റ്യൻ ചോദിക്കും. 7 ദിവസമായിട്ട് വെള്ളമില്ല. ഏതോ രാജാവിന് വേണേ പറയാം, ഓ എനിക്കറിയാം ഈ രാജ്യം മുഴുവനും നീ എന്ത് ഈ കുഴി വെട്ടി എവിടുന്ന് വെള്ളം വരും, അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് തിരിച്ചു ചോദിക്കായിരുന്നു. ബട്ട് he did not, none of them did that. They obeyed. ആ കുഴി വെട്ടി പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് തുടങ്ങി. മൂന്നാമത് ഒബീഡിയൻസ് ഓവർ കൺട്രോൾ. നമ്മൾ അതിനെ കൺട്രോൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ കർത്താവിന് പിന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാൻ പറഞ്ഞെന്തുവാ? കുഴികളെ വെട്ടുവി, അല്ലെങ്കിൽ അത് വെള്ളം കൊണ്ട് നിറപ്പാന് നമ്മുടെ ദൈവം ശക്തനും മതിയായതുമാണ്. ഇത് പോരാ എന്ന് തോന്നിയിട്ട് മോവാബിനെ തരും. ഇന്ന് പകൽക്കാല ദൈവമക്കളെ അനേക വിഷയങ്ങൾക്ക് നമ്മളെല്ലാവരും ഹല്ലേലൂയ ഓരോരുത്തരുടെയും ഭാരം ഇല്ല. ഒരു ഇത് പറയുമല്ലോ, ആനയ്ക്ക് അടിഭാരം മുഴുവിന് അരിഭാരം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഇവൻ ചെറിയ ഇരിക്കുന്നതിൽ ഏറ്റവും ബബീന മോള. So starting from Babina Mola, everyone has got their own difficulties, their own challenges, their own issues. So ഇതെല്ലാം ഉണ്ടല്ലോ ഒരാൾക്കും. ഇപ്പൊ നമുക്ക് എത്ര ലവിങ് പേരൻസ് എന്ന് പറഞ്ഞാലും we
have a limit, like ആ ഒരു limit വിട്ട് ആരെയും സഹായിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞത് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, അവൻ സൈന്യങ്ങളുടെ ദൈവമാണ്. സൈന്യങ്ങളുടെ യഹോവ. ഞാൻ ദൈവദാസൻ മെയിൽ എന്നോട് ഈ ദിവസം പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെയിൽ പ്രത്യേകിച്ച് ചില സമയത്ത് അവധിയായിരുന്നു, ദിവസം നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ദൈവം എനിക്ക് തന്നിട്ട് സൈന്യങ്ങളുടെ യഹോവ. അതിനുശേഷമാണ് ഈ ഇഷ്യൂസ് എല്ലാം ഈ അമേരിക്കയിലൊക്കെ ഞാൻ ഒത്തിരിയായിട്ട് കേൾക്കാൻ ഇടയായിരുന്നത്. ഈ സൈന്യങ്ങളുടെ യഹോവയിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അല്ല, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് നടത്തുവാൻ ദൈവം ശക്തനാണ്. ഈ ഇസ്രായേൽ മക്കള് ഏതോ രാജാക്കന്മാരുണ്ടായിരുന്നു, അവരുടെ സൈന്യങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാം പല തരത്തിലെ ആൾക്കാരാണ്. അവരെല്ലാം രക്ഷ പ്രാപിപ്പാനായിട്ട് അവിടുന്ന് അവർക്ക് വെള്ളം, ഹല്ലേലൂയ, യുദ്ധത്തിൽ നിന്നുള്ള വിടുതല്, ഇതിനെല്ലാം ദൈവം ഹല്ലേലൂയ ഈ ഒരു ദൈവദാസനെ കൂടി ഇടയാക്കി തീർത്തുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഓരോ സിറ്റിയിൽ ദൈവം നിർത്തിയിരിക്കുന്നത് ദൈവത്തെ സേവിക്കുമ്പോൾ, അവനിൽ ആശ്രയിക്കുമ്പോൾ, അവൻ പറയുന്നത് അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ ആ മിറക്കിൾ കാണുവാൻ, ആ ഡെലിവറൻസ് കാണുവാൻ നമുക്ക് മാത്രമല്ല ദൈവമക്കളെ, കഷ്ടപ്പെടുന്ന ജീവിതങ്ങൾക്ക്, ദൈവത്തെ അറിയാത്ത മക്കൾക്ക് അവർക്കൊക്കെയും നമ്മുടെ ആശ്രയം അവർക്കൊന്ന് വിടുതലായി തീരട്ടെ. അനേകം ഈ സത്യത്തിലേക്ക് നടത്തപ്പെടുവാൻ ഈ സൈന്യങ്ങളുടെ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ ദൈവം, യുദ്ധം എന്റേതാ, യുദ്ധം നിങ്ങളുടെയല്ല. ഇപ്പൊ ഫൈറ്റിങ്ങിന് പോകേണ്ട കാര്യം നമുക്കില്ല. അവർ ചെയ്തതോ പ്രാർത്ഥിച്ച് ആരാധിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ പ്രാർത്ഥിച്ച് ആരാധിച്ചപ്പോൾ 10 നിർത്തി വിടുവിച്ച ദൈവം. ഹല്ലേലൂയ. 2 ഇൻസ്റ്റൻസ് നമ്മൾ കണ്ടു ദൈവം വിടുവിച്ച വിധങ്ങൾ. അനേകായിരം ദൈവജനത്തിൽ വായിക്കുമ്പോൾ ആ ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം. ആ ദൈവത്തിന്റെ കാര്യം ഇന്നും ഷോർട്ടായി പോയിട്ടില്ല. അതുകൊണ്ട് നമ്മളിലെല്ലാം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ പറയുന്നെങ്കിലും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഇന്ന് ദൈവസ്ഥലിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടി അവനെ ട്രസ്റ്റ് ചെയ്യുവാനായിട്ട്, അവൻ പറയുന്നത് അനുസരിപ്പാനായിട്ട്, സമയത്തിന് വേണ്ടി കാത്തിരിപ്പാനായിട്ട് നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ. പലപ്പോഴും നമുക്ക് അതില്ലാതെ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാനായിട്ട് പോകുന്നു. നമ്മുടെ ദൈവം നടത്താൻ ശക്തനാണ്. ദാവീദ് രാജാവ് പറയുന്ന പോലെ ആ സങ്കീർത്തനത്തിന്റെ എത്രയാണ് ഞാൻ എഴുതി 56:3-4 ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? സാധാരണ നമുക്ക് വേണ്ടത് ഭയം വരുന്നില്ല, നാം പറഞ്ഞിട്ടില്ല. ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. നമ്മുടെ വാഗോട് പറഞ്ഞു നിർത്തല്ല, നിന്നിലെന്തോ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും. ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മെ ഒരു നാട് ഒരു ജഡത്തിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ചിലപ്പോൾ മരണമായിരിക്കും. എന്നാൽ സർവശക്തനായി തന്നിരിക്കുന്ന ദിവസം അത്രയും ജീവിക്കേണ്ട കാര്യം നമുക്ക് ഈ ലോകത്തിലുള്ളൂ. അതിൽ പറഞ്ഞ് നമുക്ക് ഒന്നുകൊണ്ട് പാഴപ്പെടുന്നു. ശക്തൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അത്ഭുതങ്ങളെ കാണുന്ന ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ ഉണർന്നു നമുക്ക് വിടുതൽ മാത്രമല്ല വേണ്ടിയത്, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ മാത്രം ജീവിച്ചാൽ ഒരു ക്രിസ്തു ദൃഷ്ടിയുള്ളവരായി പോകും. കർത്താവ് നമുക്ക് വേണ്ടി എന്തിനാ ജീവൻ തന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവരായതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളാവോളം അനേകരോട് ഈ സത്യദൈവത്തെ പറ്റി പറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി അനേകരെ ഒരുക്കുവാനും നമുക്കും അവിടെ എത്തുവാനും ദൈവം സഹായിക്കട്ടെ. വചനങ്ങളെ ഹാലയെ പറഞ്ഞുകൊണ്ട് ഹാലയെ ഈ അവസരം ദിവസം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വചനത്തെ ദൈവവചനമാണ് നാം കേട്ടത്. പല തരത്തിലുള്ള അപ്രോച്ചസ് ആണ് മനുഷ്യർക്കുള്ളത്. ഒരേ സിറ്റുവേഷന്റെ നടുവിൽ നാം നിൽക്കുമ്പോൾ വിവിധ തരത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കംപ്ലൈന്റ് ചെയ്യും, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് നാം കേട്ടത്. വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. പിന്നെ ഒരു ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് ദൈവവചനം കേട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നിസ്സാരങ്ങളായ പ്രശ്നങ്ങളോ ഗുരുതരങ്ങളായ പ്രശ്നങ്ങളോ നാം കേട്ടതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ, വലിയവരുടെയും ചെറിയവരുടെയും ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം മാത്രമാണ്. അത് ഏത് തരത്തിലുള്ള പ്രതികൂലമായിരുന്നാലും അതിന്റെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കും, ദൈവം അത്ഭുതം ചെയ്യും. അതാണ് ഇന്ന് ചരിത്രത്തിന്റെ വാക്യങ്ങളിൽ കൂടി, ചരിത്രത്തിന്റെ സംഭവങ്ങളിൽ കൂടി നാം കേട്ടത്. ദൈവം എത്ര അത്ഭുതകരമായി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ആ പ്രവർത്തിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ
നമ്മുടെ യോഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു പാട്ട് പാടാം. നമ്മുടെ സിസ്റ്റർ എൽസിയുടെ പിതാവ് എഴുതിയ ഒരു പാട്ടാണിത്. ലോകത്തിൽ ഏക ആശ്രയം. നമ്മൾ ആശ്രയിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പാട്ട് പാടി കഴിയുമ്പോൾ പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് നമ്മുടെ യോഗം അവസാനിപ്പിക്കുന്നു. ലോകത്തിലെ ആശ്രയം യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലെ ആശ്രയം യേശു മാത്രം. ശോകങ്ങളേറി വന്നാലും
1947 അമേരിക്കയിലേക്ക് വരുന്നതിനുള്ള അന്ന് ട്രെയിൻ യാത്രയുടെ സൗകര്യങ്ങളില്ല, കപ്പൽ യാത്രയായി. ആ കപ്പൽ യാത്രയിൽ എഴുതിയ ചരണമാണ് ഒടുവിലത്തെ ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കുന്നതിനെ ശ്രദ്ധിക്കുന്ന സ്വോത്രം ചെയ്ത് കർത്താവേ സങ്കീർത്തനായി സ്വോത്രം കർത്താവെ പാട്ട് കൂടിയവരോട് ഇടപെടുന്നതിനായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥന കർത്താവെ കൂടി കർത്താവെ കർത്താവെ ഈ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായി സഭയ്ക്കും കർത്താവെ രാജ്യത്തിനും സർവ്വീകരിപ്പിക്കാനെല്ലാം കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ പുതിയ ആത്മാക്കളെ ഓടിയുടെ ആത്മാക്കളെ സഭയെ കൂട്ടിയെടുത്തതിന്റെ അതിരുകളെ ചുറ്റുപാടുള്ള അൽവാദികളിലുള്ള അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിന് വേണ്ടി യാത്രയിലയക്കുന്ന കർത്താവെ നല്ല നമ്മൾക്കായി സ്തോത്രം തുല്യമായി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയുടെ സ്നേഹത്തെ കൃത്യാന്റെ രാജ്യമാക്കി നന്ദിയോടെ സ്തോത്രം സ്തോത്രം കർത്താവെ മാനവത്വങ്ങളെ യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ അനുഗ്രഹത്തോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. Next Sunday is the first week of the month of July and we will have a Lord's Supper next